ഇനി ബയോപോഡ് ഉണ്ടാക്കാൻ ടൂൾസ് ഇല്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കണ്ട. ഇതാണ് ആ ടൂൾ. അടുക്കളയിൽ നിന്ന് ഒരു പപ്പടം കുത്തി എടുക്കുക. 50 ലിറ്ററിൻ്റെ ബക്കറ്റ് സംഘടിപ്പിക്കുക. ഈ പപ്പടം കുത്തി ചൂടാക്കിയതിനു ശേഷം ഈ ബക്കറ്റിൻ്റെ അടിയിൽ നിറയെ ഹോൾസ് ഉണ്ടാക്കുക. അതേപോലെ ഈ പപ്പടം കുത്തി ചൂടാക്കിയതിനു ശേഷം സൈഡിൽ നിറയെ ഹോൾസ് ഉണ്ടാക്കുക. ഇതേപോലെയുള്ള സ്ക്രബ്ബർ നേരത്തെ ഉണ്ടാക്കിയ ഹോളുകളുടെ ഉള്ളിൽ വയർ ടാഗ് വെച്ച് ടൈറ്റാക്കി വെക്കണം. ഈ സ്ക്രബ്ബർ ഇതേപോലെ വയർ ടാഗ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ടൈറ്റാക്കണം. ഇതേപോലത്തെ ഒരു GA പൈപ്പ് ചൂടാക്കിയതിനു ശേഷം മറ്റൊരു ബക്കറ്റിൽ 3/4 ഇഞ്ചിൻ്റെ ഒരു ഹോൾ ഉണ്ടാക്കുക. 3/4 ഇഞ്ചിൻ്റെ MTയും 3/4 ഇഞ്ചിൻ്റെ വാൾവും ഈ ഹോളിൽ ഫിക്സ് ചെയ്യുക. ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഒരു കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ വാൾവ് ഫിറ്റ് ചെയ്ത ബക്കറ്റ് വെക്കുക. അതിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടാക്കിയ ബക്കറ്റ് വെക്കുക. നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിലിടാം. ഇതിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് വന്ന് മുട്ടയിട്ട് ധാരാളം പുഴുക്കൾ ഉണ്ടാവും. ഇതിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വേസ്റ്റ് ഇട്ടെടുത്ത് വെച്ച് കൊടുക്കുക. അതിൽ ധാരാളം പുഴുക്കളെ നമുക്ക് കിട്ടും. അത് ഒരു ബക്കറ്റിൽ കളക്ട് ചെയ്ത് വെള്ളം നിറച്ച് കത്രിക കൊണ്ട് മുറിക്കുക. അത് എക്കോപോണിക്സിലെ വരാലിൻ്റെ കുഞ്ഞുകൾക്ക് ഇട്ടുകൊടുക്കാം. ഇതിലെ സ്ലറി കളക്ട് ചെയ്ത് 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും ഒഴിച്ചു കൊടുത്താൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ലഭിക്കും. എല്ലാവരും ഇതേപോലത്തെ ബയോപോഡ് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കണം. നന്ദി, നമസ്കാരം.